ഹായ് കൂട്ടുകാരെ, സൽജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റെഡിയാക്കുന്നത് ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി ദിൽക്കുഷാണ്. ഇത് നമ്മൾ ഓവനൊന്നുമില്ലാതെ ഒരു അലുമിനിയം ചെരുവത്തിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് ഈ ചിക്കൻ മൺ ഉണ്ടാക്കുന്നതിനായി ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം. അത് നമ്മളിവിടെ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ. വളരെ ഒരു ചൂടെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, അത്രയും ചൂട് കുറവാണ്. ഇനി നമുക്കതിലേക്ക് 1.25 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ ഇതൊരു 5 മിനിറ്റോളം ഒന്ന് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഇവിടെ ഇപ്പം 5 മിനിറ്റ് ആയപ്പോഴേക്കും ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. പുതിയ ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആക്റ്റീവായി കിട്ടും. ഇനി നമുക്കതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ ഇല്ല, അത് താഴെയുള്ളൂ, ഉപ്പ് ചേർക്കാം. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ബട്ടർ ഉരുക്കിയതാണേലും മതിയേ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് 200 ml കപ്പാണേ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിന് കഴിഞ്ഞ് ഒരല്പം കൂടെ ലൂസിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനേ. ആദ്യമൊക്കെ കൈ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും, പിന്നെ അത് കുഴച്ച് വരുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. 10 മിനിറ്റോളം നമുക്കിത് നല്ലപോലെ ഒന്ന് തേച്ച് കുഴയ്ക്കണം. ഇതിനകത്ത് വേറെ ഇനി വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുഴച്ച് വരുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. ഇപ്പം നമ്മളിവിടെ ഈ മാവ് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നല്ല സോഫ്റ്റായി. ആദ്യമൊക്കെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരുന്നത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നന്നായിട്ട് മാറി. ഈ 2.5 കപ്പ് മൈദയ്ക്ക് നമ്മൾ എടുത്തിയ 1 ഗ്ലാസ് പാല് കറക്റ്റ് അളവാണ്. 200 ml കപ്പാണേ. ഇനി നമുക്ക് ഇതിൽ ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ഈ മൈദ മാവൊന്ന് ഡബിൾ സൈസായിട്ട് കിട്ടണം. 2 മണിക്കൂറോളം പിടിക്കും. മൂടി വെക്കാം. മാവ് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 150 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-3 നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ചൂടാകുമ്പോൾ ഇതിലെ വെള്ളം തന്നെ ഇറങ്ങി വന്നോളും. അതിനാവശ്യത്തിനുള്ള വെള്ളം കാണും. അപ്പം നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സൺഫ്ലവർ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിതല്ലാതെ ചേർക്കുന്നതിനെ കഴിഞ്ഞും രുചിയിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ. ഒരുപാട് അങ്ങ് മുറിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇവിടെ ഇപ്പം ചിക്കൻ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമയമൊക്കെ നന്നായിട്ട് മാറി കിട്ടി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതൊരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ കളറ് മാറുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി കിട്ടി. ഇനി നമുക്കതിലേക്കൊരു 2 മീഡിയം സവോള കനം കുറച്ച് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. നമ്മളിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ്. ഒരു 1/4 ടീസ്പൂണിന് താഴെ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ വഴറ്റിയാൽ മതി. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വന്നാലുടൻ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഒരല്പം കൂടുതൽ മസാലയുണ്ട്. ഞാൻ വേറൊരു സ്നാക്കിനും കൂടെ റെഡിയാക്കുന്നതാണ്. ഇതിൻ്റെ പകുതി മതിയാവും നമ്മുടെ ദിൽഖുഷിന് വേണ്ടിയിട്ട്. മസാല റെഡിയാക്കി ഇപ്പോൾ ഒന്നിച്ച് റെഡിയാക്കിയെന്നേ ഉള്ളൂ. ഇതിനു വേണ്ടി മാത്രം എടുക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ അളവിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂറായപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ ഡബിൾ സൈസ് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ബേക്ക് ചെയ്ത് വെക്കാനുള്ള ടിന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവെടുക്കുന്നു 2 ഭാഗങ്ങളാക്കണം. ഒരു ചെറുതും ഒരു വലുതുവേ. നമ്മൾ മാവ് ഇപ്പം ചെറുതും വലുതുമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ചെറിയ പീസ് നമ്മുടെ ഈ കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം.
പരത്തുമ്പം എല്ലാ ഭാഗത്തും ഒരുപോലെ കനം വരാനായിട്ട് ശ്രദ്ധിക്കണം. അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല സോഫ്റ്റായ മാവായതുകൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പരന്ന് വരും. നമ്മൾ എല്ലായിടത്തും ഒരേ കനത്തിൽ തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഈ സൈഡിലേക്ക് അങ്ങ് ആക്കി കൊടുക്കണ്ടേ, 1/2 ഇഞ്ച് വിട്ട് നിന്നാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, സെൻട്രൽ ഭാഗത്തേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വലിയ പീസൊന്ന് പരത്തിയെടുക്കണം. നമ്മളിവിടെ ഇപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടിനി എല്ലാ സൈഡും ഒന്ന് നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് വിട്ടുപോകും. ചുറ്റിനും നല്ലപോലെ ഒന്ന് അമർത്തി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഇപ്പം ചുറ്റിനും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം. ഇനി നമ്മളിവിടെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മളിവിടെ ഇത് റെഡിയാക്കി വെച്ചിട്ട് 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്നും കൂടെ പ്രസ് ചെയ്തൊന്ന് കൊടുക്കാവേ. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. ഇവിടെ നമ്മൾ ഈ ദിൽഖുഷ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു അലുമിനിയം ചെരുവത്തിലാണ്. ഇത് 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കണം. നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം തന്നെയാണിത്. നമ്മൾ കേക്ക് ടിന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി നമുക്കൊരു 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ദിൽഖുഷ് നന്നായിട്ട് പൊന്തി വന്നു. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, കയ്യിലൊന്നും ഒന്നുമില്ല, നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ വശം. പക്ഷേ ഇത് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുക്കാനുണ്ട്. അതുകൊണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. ഇതല്പം ഒന്ന് ചൂടാറിയതിന് ശേഷമേ നമുക്കിതിൽ നിന്നും എടുക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിവിടെ ബേക്ക് ചെയ്ത പാത്രത്തിൽ നിന്നും ദിൽഖുഷ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരുവിധം നല്ല ചൂട് തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തവയിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ തന്നെ വേണമെന്നില്ല, ഓയിലാണേലും മതി. ഇനി നമുക്കിതിലേക്കൊന്ന് ഇത് മറിച്ചിടണം. ഇതിലേക്ക് മറിച്ചിട്ടു. ഇനി നമുക്ക് ഈ ടിന്നെടുത്ത് മാറ്റാം. നമ്മളിത് ഈ പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ പേപ്പർ നമുക്കങ്ങ് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറ്റിയെടുക്കണം. അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്നൊന്ന് മറിച്ചെടുക്കണം. നമ്മളിവിടെ തവയിൽ നിന്നും മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മളിത് മാറ്റിയ ഉടനെ തന്നെ തേച്ച് കൊടുക്കണേ. ഈ ബട്ടർ ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കൂടുതൽ സോഫ്റ്റായിട്ട് വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെരുവത്തിലുണ്ടാക്കിയതുകൊണ്ട് കുറച്ച് തിക്നെസ് കൂടുതലുണ്ട്. നമ്മളൊരു സോസ് പാനിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഒരു പൊക്കം കുറഞ്ഞിരിക്കും. എങ്കിലും ഇത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.